It's me Tafsira once again. Welcome back to our channel. ഇന്ന് നമ്മൾ സ്ക്രാപ്പ് ബേസ് ആണ് ട്ടോ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് 10 സെന്റിമീറ്റർ എല്ലാ വശമുള്ള ഒരു സ്ക്വയർ പീസ്, ഒന്നല്ല 2 സ്ക്വയർ പീസ് വേണം. അത് നമ്മൾ കാർഡ്ബോർഡിലാണ് ട്ടോ ഇങ്ങനെ അളന്ന് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു റെക്റ്റാങ്കിൾ പീസും കൂടെ വെക്കണം. അത് വന്നിട്ട് 6 സെന്റിമീറ്റർ വീതിയും നീളം 10 സെൻറ്റിമീറ്ററും. ഓക്കെ, അങ്ങനെ 3 പീസുകളാണ് ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ ഒരു കാർഡ് സ്റ്റോക്ക്, നല്ല കട്ടിയുള്ള, നമ്മൾ ചാർട്ട് ഷീറ്റിനേക്കാൾ നല്ല കട്ടിയുള്ള ഒരു ഷീറ്റാണ് ഹൈവോറെ, അത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 3 പീസും ഈ ഒരു ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഈ സ്ക്വയർ പീസിന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തു, എന്നിട്ട് ഇതേ ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് റെക്റ്റാങ്കിൾ പീസ് എടുക്കുക, അതിന് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതും കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതേ കുറച്ച് ഗ്യാപ്പ് വിട്ട് കൊടുത്തു, അത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ താഴെയുള്ള കാർഡ് സ്റ്റോക്കിൻ്റെ അതിന് പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ. നമ്മൾ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ പൊതിയുന്ന പോലെ ആ ഒരു അത്രയും വീതിയും വലിപ്പമൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ 3 ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ 4 കോണും ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നോട്ട്ബുക്കൊക്കെ പൊതിയുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ 2 ഭാഗത്തും ഗ്യാപ്പ് വിട്ട് കൊടുക്കാൻ മറക്കരുത് നമ്മൾ കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ക്രാപ്പ് ബുക്കിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഷീറ്റ് തന്നെ എടുത്താലാണ് നല്ല ക്യൂട്ടായിട്ട് കിട്ടുള്ളൂ. നല്ലൊരു സ്ക്രാപ്പ് ബുക്കിൻ്റെ ഒരു ലുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചുളുങ്ങിയും അങ്ങനെയൊക്കെ നിൽക്കും, അപ്പോൾ ഒരു ഭംഗി കിട്ടൂല. അങ്ങനെ ഇത് 2 ഭാഗം ഒട്ടിച്ചു കൊടുത്തു. ഇനി 2 സൈഡിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാണ്ട് അവിടെ ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഈ 2 സൈഡിലും ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഭാഗം. അത് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ 2 ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു റെക്റ്റാങ്കിൾ പീസും കൂടെ വേണം. അത് നമ്മുടെ ഈ ഒരു ബേസിൻ്റെ കുറച്ചൊക്കെ അളവിൽ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കുക. ആ ഒരു കാർഡ്ബോർഡ് പീസൊക്കെ അവിടെ കാണുന്നുണ്ടല്ലോ, ബ്രൗണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനും ഒന്ന് വൃത്തിയായി കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം നമ്മൾ ചെയ്യുന്നത്. ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക, ഈ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കിതുപോലെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുത്തല്ലോ ആ സെൻറ്ററിൽ, അത് രണ്ടും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു റെക്റ്റാങ്കിൾ പീസ് വേണം. അത് വന്നിട്ട് 9 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ നീളം. വീതി നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം വേണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബേസ് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൽ 1 സെൻറ്റിമീറ്റർ കുറച്ചിട്ട് 9 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ നീളം എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ 3 സെൻറ്റിമീറ്റർ ഒന്ന് ഫസ്റ്റ് അടയാളപ്പെടുത്തുന്നുണ്ട് ആ ഒരു ഷീറ്റിൽ. പിന്നെ 0.5 അടയാളപ്പെടുത്തുക. അതിനുശേഷം 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക, പിന്നെയും 1 സെൻറ്റിമീറ്റർ, അങ്ങനെ 2 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി ഞാനിതെങ്ങനെ അടയാളപ്പെടുത്തി വരച്ച് കൊടുത്തതിന് ശേഷം കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആവും. അപ്പോൾ ഈ ഷീറ്റിൽ ആദ്യം 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി, പിന്നെ 0.5, പിന്നെ 1 സെൻറ്റിമീറ്റർ, പിന്നെ 1 സെൻറ്റിമീറ്റർ, പിന്നെ റിപ്പീറ്റ് ചെയ്യുക 0.5, പിന്നെ 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, പിന്നെ റിപ്പീറ്റ് ചെയ്യുക 0.5, 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് നമ്മുടെ പേജ്. പിന്നെ ആ 0.5 എന്ന് പറയുമ്പോൾ നമ്മുടെ പേജുകൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് 0.5. നമ്മൾ സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു പേജ് കഴിഞ്ഞിട്ട് അടുത്ത പേജ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം, അപ്പോഴേ നമ്മൾ ആ സ്ക്രാപ്പ് ബുക്കിന് ലുക്ക് കിട്ടുള്ളൂ. ഇനി ഞാനിത് ഈ 1 സെൻറ്റിമീറ്റർ എന്നുള്ളിടത്ത് ഇതുപോലെ ഫ്രണ്ടിലോട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ആ 1 സെൻറ്റിമീറ്റർ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 0.5 വരെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത പേജിനുള്ള ഗ്യാപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഫ്രണ്ടിലോട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്യുക 1 സെൻറ്റിമീറ്റർ എന്നുള്ളത്. അത് ഫോൾഡ് ചെയ്തതിന് ശേഷം പിന്നെ 0.5 എന്നുള്ളത് ഫ്രണ്ടിലോട്ട് ഫോൾഡ് ചെയ്യേണ്ട. അത് ജസ്റ്റ് ഇങ്ങനെ അവിടെ ഒരു മടക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ സ്കെയിലൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഫോൾഡിങ് കൊടുക്കുക. ഓക്കെ, പിന്നെ അടുത്തത് 1 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് അടുത്ത പേജ്. അത് നമുക്ക് ഫ്രണ്ടിലോട്ട് ഫോൾഡ് ചെയ്യുക. പിന്നെ 0.5 ജസ്റ്റ് ഒന്ന് മടക്ക് കൊടുക്കുക. പിന്നെയും 1 സെൻറ്റിമീറ്റർ എന്നുള്ളത്. അപ്പോൾ ഈ 1 സെൻറ്റിമീറ്റർ എന്നുള്ളത് നമ്മൾ എത്ര പേജസ് വേണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 7
പേജസിനാണ് ഇതുപോലെ 1 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കേസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ആ 1 സെൻറ്റിമീറ്റർ എന്നുള്ളതൊക്കെ ഞാൻ ഫ്രണ്ടിലോട്ട് ഫോൾഡ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാതും ഫോൾഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഒക്കെ 0.5 ആണ് ഒരു പേജസിൻ്റെ ഗ്യാപ്പ്. ഇനി ഞാൻ ആ ഫ്രണ്ടിലോട്ട് ഫോൾഡ് ചെയ്ത 1 സെൻറ്റിമീറ്റർ ഫോൾഡ് ചെയ്ത ആ ഒരു ബാക്ക് സൈഡ് ഫുള്ളും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ബാക്ക് സൈഡിൽ നമ്മളിത് ഫെവിഗോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ഓരോ സെൻറ്റിമീറ്ററിൻ്റെയും ആ ഒരു ഫോൾഡിങ് വരുന്നിടത്ത് ഫെവിഗോൾ അപ്ലൈ ചെയ്യുക, ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ചെയ്യുന്നത് ബാക്ക് സൈഡിലാണ് കേട്ടോ, അത് ശ്രദ്ധിക്കുക. അങ്ങനെ ഫുള്ള് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തുമ്പോൾ ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയായിരിക്കും, ഒട്ടിച്ച് വരുമ്പോൾ ഫ്രണ്ട് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഫെവിഗോൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മുടെ സ്ക്രാപ്പ് ബുക്ക് ബേസുമേ ഈ ഒരു ഭാഗത്ത് സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സെൻറ്ററിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കണേ. അപ്പം ഞാനിത് സ്കെയിൽ വെച്ചിട്ട് ആ 0.5 എന്നുള്ള ആ ഗ്യാപ്പ് ഉള്ളിടത്ത് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്, അവിടെയൊക്കെ നന്നായിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് പേജസ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലെ കാർഡ് സ്റ്റോക്ക് തന്നെയാണ്, നല്ല കട്ടിയുള്ള പീസ്. ഓക്കെ, 7 പേജസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് വന്നിട്ട് 19 സെൻറ്റിമീറ്റർ നീളവും ഹൈറ്റ് വന്നിട്ട് 9 സെൻറ്റിമീറ്ററും. ഓക്കെ, അങ്ങനെയുള്ളൊരു പീസ് എടുക്കുക, 7 പീസ് വേണം. എന്നിട്ട് ഇതുപോലെ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഒരു പേജ്. ഓക്കെ, അങ്ങനെ ഞാനിത് 7 പേജസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പേജ് എടുക്കാം, അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫെവിഗോൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബേസിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരു ഭാഗം പേജിൻ്റെ ഒരു ഭാഗം ബേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡിലും ഫെവിഗോൾ അപ്ലൈ ചെയ്തിട്ട് മറ്റേ സൈഡിലും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ഷീറ്റും കൂടെ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഒരു ഷീറ്റ് ആയിട്ടുണ്ട്, ഒരു പേജ് ആയിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കണേ. നമ്മുടെ കാർഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ഒരു ഷീറ്റാണ്. അങ്ങനെ ഒന്ന് റെഡി ആയിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പേജ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത പേജ് ആഡ് ചെയ്യുന്നത് പേജുമേ എല്ലാ ഫെവിഗോൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഈ ബേസിൻ്റെ ഒരു മുകളിലേക്ക് ഫ്രണ്ടിലോട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്ത ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് ഫെവിഗോൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 2 ഭാഗത്തും ആ പൊന്തി നിൽക്കുന്ന ഒന്നിൻ്റെ 2 ഭാഗത്തും ഫെവിഗോൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ പൊന്തി നിൽക്കുന്ന ഒരു പീസ് എന്ന് പറയുന്നത് ഈ പേജിൻ്റെ ഉള്ളിലായിരിക്കും. അങ്ങനെ വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ പേജസ് ആഡ് ചെയ്യാം. അങ്ങനെ 7 പേജസ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മിനി സ്ക്രാപ്പ് ബുക്ക് ബേസാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ എടുക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കട്ടിയുള്ള കാർഡ് സ്റ്റോക്ക് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രാപ്പ് ബുക്ക് ബേസിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നാളത്തെ വീഡിയോയിൽ സ്ക്രാപ്പ് ബുക്ക് ബേസിൽ ഡിസൈൻ ചെയ്യുന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.